യലഹങ്ക ഫക്കീർ കോളനിയിൽ വീടുകൾ പൊളിച്ചു നീക്കിയ കർണാടക സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് CPM പറയുമ്പോൾ പണി തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ്. ബുൾഡോസർ രാജാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാരിനെതിരെ ആദ്യം വെടിപൊട്ടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് പറഞ്ഞ പിണറായി കർണാടകയിൽ നീതി പുലരണം എന്നൊക്കെ വിളിച്ച് പറയുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചു. സ്വർണ്ണക്കൊള്ള കേസ് അടക്കം തലപൊക്കിയിട്ടും വായിൽ കിടക്കുന്ന നാക്ക് ആ അനീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് അയൽ സംസ്ഥാനമായ കർണാടകയിൽ ബുൾഡോസർ രാജാണെന്ന് പറയുന്ന പിണറായി വിജയൻ കേസ് അന്വേഷിക്കാൻ ചില പ്രത്യേക പ്രതിനിധികളെ അവിടേക്ക് അയച്ചിരുന്നു. MLA KT ജലീൽ, രാജ്യസഭാ MP AA റഹീം അടക്കമുള്ള നേതാക്കന്മാർ കോളനിയിലെത്തി ഷോ കാണിച്ചെങ്കിലും പരിപാടി ചീറ്റിയെന്ന് പറഞ്ഞാൽ മതി. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാർ രൂക്ഷമായിട്ടാണ് പിണറായി ദൂതന്മാരെ ഓടിച്ചത്. പിന്നാലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ നേരിട്ട് ഇടപെടുന്നതിനെതിരെ കർണാടക CPM ഘടകവും രംഗത്ത് വന്നു. ഫക്കീർ കോളനിയിലെ വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും സമരം നടത്താൻ സംസ്ഥാനത്തെ പാർട്ടി സംവിധാനം പര്യാപ്തമാണെന്നും കർണാടക നേതാക്കൾ കേരളത്തിലെ CPM നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കൊടി പിടിക്കാൻ കർണാടകയിൽ ആണുങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെ വന്ന് ഷോ കാണിക്കരുതെന്ന സന്ദേശമാണ് CPM നൽകുന്നത്. കർണാടകയിലെ കോൺഗ്രസുകാർ ആട്ടി ഓടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായി മാറ്റാൻ മാത്രമേ ഉപകരിക്കൂ. അത് യഥാർത്ഥ ലക്ഷ്യത്തിന് ഗുണം ചെയ്യില്ല. യലഹങ്കയിലെ കേസ് നടത്താനും ഇരകൾക്ക് വേണ്ടി പോരാടാനും കർണാടകയിലെ പാർട്ടി ഘടകം ശക്തമാണ്. ഇതാണ് കർണാടക CPM നേതാക്കൾ കേരളത്തിലെ തങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകിയ സന്ദേശം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യലഹങ്ക ഫക്കീർ കോളനിയിലെ വിഷയം CPM രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെയാണ് കർണാടക ഘടകം തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ ബുൾഡോസർ രാജ് ക്രൂരമാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചതാണ് വിഷയം വലിയ വിവാദമാകുവാൻ കാരണമായത്. എക്സ്പോസ്റ്റിലൂടെയായിരുന്നു പിണറായിയുടെ വിമർശനം. ഇതിനു പിന്നാലെ AA റഹീം MP, KT ജലീൽ MLA എന്നിവർ ഫക്കീർ കോളനി സന്ദർശിച്ചു. ഈ സാഹചര്യത്തിലാണ് പുറത്തുനിന്നുള്ള ഇത്തരം സന്ദർശനങ്ങളും ഇടപെടലുകളും ആവശ്യമില്ലെന്ന സന്ദേശം കർണാടക CPM കൈമാറിയത്. അതേസമയം ബംഗളൂരു യലഹങ്കയിലെ ഫക്കീർ കോളനിയിൽ 200ഓളം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയ സംഭവത്തിൽ ഇരകൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച ഔദ്യോഗിക വസതിയിൽ മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് നൽകിയത്. പുനരധിവാസ പാക്കേജിന്റെ അന്തിമരൂപം ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പൊതുസമൂഹത്തിനുള്ള ആശങ്കയും ഇരകളുടെ അവസ്ഥയും ലീഗ് സംഘം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി. എത്രയും വേഗം മെച്ചപ്പെട്ട പുനരധിവാസം നടപ്പിലാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ ലീഗ് നേതാക്കൾ നേരായ വഴിയിലൂടെ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് റഹീമും ജലീലും ആളാകാൻ നോക്കി പണി വാങ്ങിച്ചു കൂട്ടിയത്. കർണാടക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സമീർ അഹമ്മദ് ഖാൻ ലീഗ് നേതാക്കളോടൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവരുമായി സംസാരിച്ച മന്ത്രി ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഉറപ്പു നൽകിയതോടെ പ്രക്ഷോഭം അവസാനിച്ചിട്ടുണ്ട്. അവിടെയാണ് CPM നേതാക്കൾ രക്ഷകരുടെ റോളുമായി ഇറങ്ങിയത്. എന്തായാലും CPM തന്നെ നേരിട്ട് പിണറായിക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ കർണാടക വിഷയം ഇനി പൊക്കരുത് എന്ന മുന്നറിയിപ്പ് മുഖ്യനിൽ നിന്ന് പാർട്ടി അണികൾക്ക് ഉടനെ ലഭ്യമാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.